അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഒരു സദ്യയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് സദ്യയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയാം അധികം ആരും കാണില്ല എന്നുള്ളതും അതുപോലെ തന്നെ വ്യൂസ് കുറവായിരിക്കും എന്നുള്ളതും. എന്നാലും ഒരു കുക്കിംഗ് ചാനലാകുമ്പോൾ ഇതൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. അത് ഉപ്പാൻ്റെ റെസിപ്പീസാണ് ഞാൻ സദ്യയിലെല്ലാം ചേർക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള റെസിപ്പീസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഓളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓൾ ക്ലിക്ക് ചെയ്തിട്ടാണോ ഉള്ളതെന്ന്. അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് നല്ല പോലെ കൈവച്ച് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ വെള്ളം കളയാം. അതിൻ്റെ ആ ഒരു മധുരം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. അത് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 മുറി തേങ്ങ മതിയാവും. വലിയ തേങ്ങയാണെങ്കിൽ 1/4 മുറി മതിയാവും. കുഞ്ഞു തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് അരമുറീൻ്റെ അടുത്ത് എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. അത് അരയാനുള്ള വെള്ളം അത്രയും മതിയാവും, ഒരുപാട് വേണമെന്നില്ല. നന്നായിട്ട് ഞാനിത് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കടുക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കണം. ഇത് നമ്മൾ ഒട്ടും കുക്ക് ചെയ്യാതെയും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട് വേറൊരു സ്റ്റൈലിൽ. അത് വേണമെങ്കിൽ ഞാൻ പിന്നെ ഇടാം. ഇപ്പം നമുക്ക് താളിച്ചിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. വെളിച്ചെണ്ണ മസ്റ്റാണ്. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തീ നല്ല പോലെ കുറച്ചിട്ട് അതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തിളയ്ക്കാനൊന്നും വെക്കണ്ട, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി ആണോ വേണ്ട അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ തൈര് ഓൾറെഡി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് വേണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഈ സമയത്തൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുക. ബീട്രൂട്ട് വെന്ത് പോകരുത്, ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് 1/2 കപ്പിൻ്റെ അടുത്ത് ചേർക്കുക. പുളിയുള്ളതാണെങ്കിൽ 1/4 കപ്പ് മതിയാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഞാൻ ഒരുപാട് കട്ടിയിലല്ല എടുത്തിട്ടുള്ളത്. ചൂടാറുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. നിങ്ങൾ തലേന്നേ ഉണ്ടാക്കുവാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള പച്ചടിയാണ്, നല്ല നാടൻ സ്റ്റൈൽ പച്ചടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി മറ്റൊരു ഓണർ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.